എല്ലാവർക്കും നമസ്കാരം. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ 3rd യൂണിറ്റായ പ്ലേറ്റോ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യത്തെ 2 പാഠങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഹിമാലയൻ മൗണ്ടൻസിൻ്റെയും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെയും ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പറ്റിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ 3.1 തന്നിരിക്കുന്നു. അതിലേക്ക് നോക്കുക. അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കുക. അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത് ഹിൽ റേഞ്ചസ് ഉണ്ട്, രണ്ടാമത് പ്ലേറ്റോ ഉണ്ട്. അപ്പോൾ പ്ലേറ്റോ എന്താണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ പീഠഭൂമികൾ എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. നമുക്ക് ആ മാപ്പിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ മാപ്പിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കിയാട്ടെ. അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. ഈ പ്ലേറ്റോ എന്ന് പറയുന്നത് പെനിൻസുലാർ ഇന്ത്യയുടെ ഒരു വലിയ ഭാഗത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാപ്പിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം ഉൾക്കൊള്ളുന്നതാണ് അവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ്, അതായത് ഒരു ത്രികോണ ആകൃതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത് 600 to 900 മീറ്റേഴ്സ് ആണ്. 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ ബോർഡർ, അതായത് ഇതിൻ്റെ അതിരുകൾ അല്ലെങ്കിൽ അതിർത്തികൾ ഉള്ളത് എന്താണ്? ഹിൽ റേഞ്ചസ് ആണ്, അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് ആണ്. അതായത് കുന്നുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങളാണ് ഇതിൻ്റെ അരികുകളിലായിട്ടെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദിസ് ഓൾമോസ്റ്റ് triangular shaped physiographic unit occupying major share of the peninsular India is at an average altitude of 600 to 900 meters above the mean sea level. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഒരു മേജർ ഭാഗം ഉൾക്കൊള്ളുന്ന 600 മുതൽ 900 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഭൂഭാഗമാണ് ഇത്. This unique physical division in terms of physical diversity such as extensive tablelands with bordering mountain ranges and hills, comparatively shallow river valleys and diverse flora and fauna is known as the Peninsular Plateau. അതായത് ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഇത് എക്സ്റ്റെൻസീവ് ടേബിൾ ലാൻഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഉയരം കൂടിയ ഒരു ഭാഗമാണ്. വിത്ത് ബോർഡറിങ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഹിൽസ്, അതായത് മൗണ്ടൻ റേഞ്ചസും ഹിൽസുമാണ് ഇതിൻ്റെ ബോർഡറിലുള്ളത്. കമ്പാരിറ്റീവ്ലി ഷാലോ റിവർ വാലീസ് ആണ്, അതായത് താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളാണ് ഇതിനുള്ളത്. ആൻഡ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫുന, അതായത് വ്യത്യസ്തമായിട്ടുള്ള സസ്യജന്തുജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നതാണ് എന്ത്? പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കണ്ട ഈ ഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. ദ നെയിം ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദിസ് ഡിവിഷൻ ഹോൾഡ്സ് ദ മേജർ ഷെയർ ഓഫ് ദ പെനിൻസുലാർ ഇന്ത്യ. ഈ പേര് വരാൻ കാരണം ഇന്ത്യയുടെ, അതായത് പെനിൻസുലാർ ഇന്ത്യയുടെ, ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു വലിയ ഭൂഭാഗം ഇത് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇതിനെ പെനിൻസുലാർ പ്ലേറ്റോ എന്നറിയപ്പെടുന്നത്. The Peninsular Plateau is one of the oldest landforms in the world. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റോയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പെനിൻസുലാർ പ്ലേറ്റോയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പഠിക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ഈസ് എ പ്ലേറ്റോ? ഒരു പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേറ്റോ ആർ ദ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആൻഡ് വെരി എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോംസ് സിറ്റുവേറ്റഡ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗത്തിനെ, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിശാലമായ ഭാഗത്തിനെയാണ് നമ്മൾ പ്ലേറ്റോ എന്ന് പറയുന്നത്. There are 3 types of plateaus based on their location. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്, അതായത് അതിൻ്റെ സ്ഥാനം അനുസരിച്ച് ഇതിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഇന്റർമൗണ്ടൻ പ്ലേറ്റോ, രണ്ടാമത്തേത് പിറ്റ്മൗണ്ട് പ്ലേറ്റോ, അടുത്തത് കോണ്ടിനെന്റൽ പ്ലേറ്റോ. അപ്പോൾ പ്ലേറ്റോയെ തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റർമൗണ്ടൻ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്ലേറ്റോസ് ആണ്, അതായത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്ലേറ്റോസിനെയാണ് ഇന്റർമൗണ്ടൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. പിറ്റ്മൗണ്ട് പ്ലേറ്റോ എന്ന് പറയുന്നത് പർവ്വതങ്ങളുടെ താഴെയുള്ള, അതായത് പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റോസ് ആണ്.
പിഡ്മോണ്ട് പ്ലേറ്റോസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് കോണ്ടിനെന്റൽ പ്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞാൽ വൻകരയാണ്. വൻകര പ്ലേറ്റോസിനെയാണ് കോണ്ടിനെന്റൽ പ്ലേറ്റോസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 തരത്തിലാണ് പ്ലേറ്റോസ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് തന്നിരിക്കുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാപ്പ് ഗിവൺ ഫിഗർ 3.1 ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്സ് വിത്ത് wholly ഓർ പാർഷ്യലി ബിലോങ് ടു ദ പെനിൻസുലാർ പ്ലേറ്റോ. യു ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ. അതായത് ഇവിടെ തന്നിരിക്കുന്ന മാപ്പും പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യയും ഉപയോഗിച്ചുകൊണ്ട് പെനിൻസുലാർ പ്ലേറ്റോ ഏതെല്ലാം സ്റ്റേറ്റുകളിൽ കൂടിയാണ് അതല്ലെങ്കിൽ ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് ഉൾക്കൊള്ളുന്നത് എന്നൊന്ന് എഴുതാൻ. അവിടെ 2 തന്നിരിക്കുന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ബാക്കി നമ്മൾ എഴുതണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർണാടക, ഗോവ, തെലുങ്കാന, ആന്ധ്ര, തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഛത്തീസ്ഗഡിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പെനിൻസുലാർ പ്ലേറ്റോയിൽ വരുന്ന ഭാഗങ്ങൾ. അടുത്തതായി ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ് നോക്കാം. അവിടെ ഫിഗർ 3.2 തന്നിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മാപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇതിന്റെ വെസ്റ്റ് ഭാഗം, അതായത് പടിഞ്ഞാറ് ഭാഗം, ഒരു മാപ്പിന്റെ പടിഞ്ഞാറ് എവിടെയാണെന്ന് നമുക്കറിയാം. ഇടതു ഭാഗത്താണ് പടിഞ്ഞാറുള്ളത്. ഈ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അതിന്റെ പേര് വെസ്റ്റേൺ ഗാട്സ് എന്നാണ്. അപ്പോൾ ആ വെസ്റ്റേൺ ഗാട്സിന്റെ കിഴക്കു ഭാഗത്താണ് ഇത് കിടക്കുന്നത്. അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റോയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗാട്സ് ആണ്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കാം. ഈസ്റ്റേൺ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈസ്റ്റേൺ ഗാട്സ് ആണുള്ളത്. അതായത് അതിൻ്റെ അതിര് എന്ന് പറയുന്നത് നീളത്തിൽ കിടക്കുന്ന ഈസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെയും വെസ്റ്റേൺ ഗാട്സിൻ്റെയും ഈസ്റ്റേൺ ഗാട്സിൻ്റെയും ഇടയിൽ കിടക്കുന്ന 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ പെനിൻസുലാർ പ്ലേറ്റു എന്ന് പറയുന്നത്. ഈ ലാൻഡ് ഫോമിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ദ ഡെക്കാൻ പ്ലേറ്റോ ആണ്. രണ്ടാമത്തേത് ദ സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്. അതായത് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. താഴ്ഭാഗത്ത് കാണുന്ന ആ ഭാഗത്തിനെയാണ്, അതായത് വെസ്റ്റേൺ ഗാട്സിനും ഈസ്റ്റേൺ ഗാട്സിനും ഇടയിൽ കാണുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. മുകളിൽ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലേക്ക് നമുക്ക് നോക്കാം. The Peninsular Plateau lies south of the North Indian Plain, bordered with Western Ghats in the west and Eastern Ghats in the east. അതായത് പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ സൗത്ത് ആയിട്ടാണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ തെക്ക് ഭാഗത്തായിട്ടും, അതേപോലെ തന്നെ അതിന്റെ ബോർഡർ എന്ന് പറയുന്നത് വെസ്റ്റിൽ വെസ്റ്റേൺ ഗാട്സ് ആണ്. പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗാട്സും അതേപോലെ തന്നെ ഈസ്റ്റേൺ ഗാട്സ് ഇൻ ദ ഈസ്റ്റ്, അതായത് കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ ഗാട്സുമാണ്. ദിസ് ലാൻഡ് ഫോം എക്സ്റ്റെൻഡിങ് ഓവർ 16 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ഇൻ ഏരിയ ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. അതായത് ഈ ലാൻഡ് ഫോം എന്ന് പറയുന്നത് 16 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ളതാണ്. ഇതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ, അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ദ ഡെക്കാൻ പ്ലേറ്റോ, രണ്ടാമത്തേത് ദ സെൻട്രൽ ഹൈലാൻഡ്സ്. ഇനി നമുക്ക് ഡെക്കാൻ പ്ലേറ്റോ എന്താണ് എന്ന് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഒന്നുകൂടി ഫിഗർ 3.2 നോക്കാം. അവിടെ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനം എന്താണ്, എവിടെയാണത് കിടക്കുന്നതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അതിൻ്റെ ഇടതുഭാഗം, അതായത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സ് ആണ്. അതിൻ്റെ വലതുഭാഗം, അതായത് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗാട്സ് ആണ്. ഇനി മുകൾ ഭാഗം നോക്കാം, അതിൻ്റെ ബൗണ്ടറി എവിടെയാണ് എന്ന്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ബൗണ്ടറി നോക്കുമ്പോൾ വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, മഹാദിയോ മൗണ്ടൻസ് ഉണ്ട്, മലൈക്ക മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. ഡെക്കാൻ പ്ലേറ്റോ ഈസ് ദ extensive plateau to the south of the Satpura ranges between the Western Ghats and Eastern Ghats. എന്ന് വെച്ചാൽ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് സത്പുര റേഞ്ചസിന്റെ തെക്ക് ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മാപ്പിൽ കണ്ടതാണ് സത്പുര റേഞ്ചസിന്റെ തെക്ക് ഭാഗത്തായിട്ടും അതേപോലെ തന്നെ വെസ്റ്റേൺ ഗാട്സിന്റെയും ഈസ്റ്റേൺ ഗാട്സിന്റെയും ഇടയിലുമായിട്ടാണ് കിടക്കുന്നത്.
മൈക്കില റേഞ്ചസ് ആൻഡ് മഹാദിയോ ഹിൽസ് ഫ്രം ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയുടെ വടക്കു ഭാഗം എന്ന് പറയുന്നത് മൈക്കില റേഞ്ചസും അതുപോലെ തന്നെ മഹാദിയോ ഹിൽസും ആണ്. The term Deccan has been derived from the Sanskrit word Dakshin meaning the south. അതായത് സൗത്ത് എന്ന അർത്ഥം വരുന്ന തെക്ക് എന്ന അർത്ഥം വരുന്ന ദക്ഷിൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഡെക്കാൻ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. The Deccan Plateau is made up of crystalline rocks like basalt, granite and gneiss formed by the lava flows millions of years ago. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി, അതായത് വോൾക്കാനിക് ഇറപ്ഷൻ വഴി വരുന്ന ലാവ ഒഴുകി ബെസാൾട്ടും ഗ്രാനൈറ്റും നൈസും എല്ലാം കൂടെ ചേർന്ന് ക്രിസ്റ്റലൈൻ റോക്സായി, അതായത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള പാറകളായി മാറിയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിൻ്റെ പേരെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കി നോക്കാം. ദ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റോ ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബെസാൾട്ട്. അതായത് ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ബെസാൾട്ട് എന്ന് പറയുന്നത് കൊണ്ട് സമ്പന്നമാണ്. ദിസ് റീജിയൻ ഈസ് കോൾഡ് ഡെക്കാൻ ട്രാപ്പ്. ഇതിനെയാണ് നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നത്. The black soil formed by the weathering of basalt rocks is the peculiarity of this region. അതായത് ഈ റീജിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലാക്ക് സോയിലാണ്. അത് ഉണ്ടായിരിക്കുന്നത് ഈ ബെസാൾട്ട് പൊടിഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. ദിസ് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് റിഗർ സോയിൽ. ഇതിനെ റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്നു. ബീങ് ഹൈലി ഫെർട്ടൈൽ ആൻഡ് വിത്ത് മോർ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി ഇറ്റ് പ്രൊട്ടക്ട്സ് ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഈവൻ ഇൻ സമ്മർ. അതായത് ഈ മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് ഇതിന് വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സമ്മറിൽ പോലും ഇവിടുത്തെ വിളകൾക്ക് അത് ഗുണപ്രദം ആകുന്നു. ദിസ് സോയിൽ ഈസ് ഓൾസോ കോൾഡ് ആസ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയുന്നു. ആസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് കോട്ടൺ കൾട്ടിവേഷന് വളരെ നല്ലതാണ്. മിനറൽസ് ലൈക്ക് അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഗർ സോയിൽ. അതായത് ഈ റിഗർ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന മിനറൽസ് ആയിട്ടുള്ള ലൈം, അയൺ, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആണ്. അപ്പോൾ ഇത്രയുമാണ് ഡെക്കാൻ പ്ലേറ്റോയെ പറ്റി പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങളും കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഗാട്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹ്യപർവ്വതം എന്നാണ് സാധാരണ നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. നമ്മുടെ കാലാവസ്ഥയെയും നമ്മുടെ ജീവിത രീതികളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് നോക്കാം. നമ്മുടെ ഇങ്ങ് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 1600ഓളം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ് വെസ്റ്റേൺ ഗാട്സ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയുടെ വെസ്റ്റ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ ബോർഡറായിട്ട് നിൽക്കുന്നത് ഈ വെസ്റ്റേൺ ഗാട്സ് ആണ്. അതായത് ഇത് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകും തോറും ഈ വെസ്റ്റേൺ ഗാട്സിൻ്റെ ഉയരം കൂടി വരികയാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മൗണ്ടൻ ആയിട്ടുള്ള ആനമുടി ഉൾപ്പെടുന്നത് തന്നെ ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്സിലാണ്. ആനമുടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ നോക്കാം. The mountain ranges extending for about 1600 kilometers from Kanyakumari in the south to the state of Gujarat in the north is commonly known as Western Ghats. അപ്പോൾ വെസ്റ്റേൺ ഗാട്സ് എന്നറിയപ്പെടുന്നത് ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. എക്സ്റ്റെൻഡിങ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റേഴ്സ്, 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ഇൻ ദ നോർത്ത്. അതായത് കന്യാകുമാരി മുതൽ ഗുജറാത്ത് സ്റ്റേറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിനെയാണ് നമ്മൾ വെസ്റ്റേൺ ഗാട്സ് എന്നറിയപ്പെടുന്നത്. ദിസ് റേഞ്ച് ഈസ് ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയുടെ വെസ്റ്റേൺ എഡ്ജ് ആണ് ഇത്. ദ ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ചസ് ഗ്രാജുവലി ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്തോറും ഇതിന്റെ ഹൈറ്റ് കൂടി വരുന്നു. ആനമുടി 2695 meters, the highest peak in the peninsular India. അതായത് പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി ഇവിടെയാണ്. ഈസ് ലൊക്കേറ്റഡ് ഇൻ ആനമലൈ ഇൻ ദ വെസ്റ്റേൺ ഗാട്സ്. അതായത് വെസ്റ്റേൺ ഗാട്സിലെ ആനമലയിലാണ് ഈ ആനമുടി ഉള്ളത്.
അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്നു. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ആനമുടി ലൊക്കേറ്റഡ്? ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കേരളത്തിലാണ്. വെസ്റ്റേൺ ഗാട്സിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ദ വെസ്റ്റേൺ ഗാട്സ് റേഞ്ചസ് known as Anamalai and Ellamalai in Kerala is called as Nilgiris in Karnataka and Tamil Nadu and the Sahyadris in Maharashtra. അതായത് ആനമലൈ അല്ലെങ്കിൽ ഏലമലൈ എന്നറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന വെസ്റ്റേൺ ഗാട്സിനെ തമിഴ്നാട്ടിലും കർണാടകയിലും അറിയപ്പെടുന്നത് നീൽഗിരീസ് എന്നാണ്. അതേപോലെ തന്നെ സഹ്യാദ്രി എന്നാണ് മഹാരാഷ്ട്രയിൽ ഇതിനെ അറിയപ്പെടുന്നത്. ദൊഡബെട്ട 2637 meters in Nilgiri of Tamil Nadu is another major peak in this region. അതായത് വെസ്റ്റേൺ ഗാട്സിലെ മറ്റൊരു ഉയർന്ന പ്രദേശമാണ് ദൊഡബെട്ട. 2637 മീറ്റർ ആണ് അതിന്റെ ഉയരം. അത് തമിഴ്നാട്ടിലെ നീൽഗിരീസിലാണ് ഉള്ളത്. അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ മേജർ പീക്സ് ഇൻ വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സിലെ മേജർ പീക്സുകൾ ഏതൊക്കെയാണ് എന്ന്. അപ്പോൾ മേജർ പീക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനമുടി, മീശപ്പുലിമലൈ, ദൊഡബെട്ട, കുദ്രേമുഖ്, മുല്ലയാനഗിരി. വെസ്റ്റേൺ ഗാട്സിനെ പറ്റി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മോസ്റ്റ് ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സ് that have considerable influence on the cultural and human life in peninsular India originated from the Western Ghat ranges. അതായത് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലെ ജനജീവിതത്തെയും സംസ്കാരത്തെയൊക്കെ ബാധിക്കുന്ന പെനിൻസുലാർ റിവേഴ്സ് ഉത്ഭവിക്കുന്നത് അതല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് വെസ്റ്റേൺ ഗാട്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റേൺ ഗാട്സ് ആണ്. അപ്പോൾ ഈസ്റ്റേൺ ഗാട്സ് എന്താണെന്ന് നമുക്ക് മാപ്പിലേക്ക് നോക്കാം. വെസ്റ്റേൺ ഗാട്സ് ഒഡീഷയിലെ മഹാനദിയുടെ കരയിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ തമിഴ്നാട്ടിലെ നീൽഗിരിയിൽ അവസാനിക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ് വെസ്റ്റേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. ഈ മൗണ്ടൻ റേഞ്ചസിന്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുത്തുന്നത് ഈ പെനിൻസുലാർ റിവേഴ്സ് ഈ മൗണ്ടൻ റേഞ്ചസിനെ കട്ട് ചെയ്ത് പോകുമ്പോഴാണ്. അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജാവടി, പാൽക്കൊണ്ടമലൈ, നല്ലമലൈ, മഹേന്ദ്രഗിരി, ഇതെല്ലാം നമ്മുടെ ഈസ്റ്റേൺ ഗാട്സിൽ വരുന്ന മലനിരകളാണ്. നമ്മുടെ വെസ്റ്റേൺ ഗാട്സിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മലനിരകളാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. ഈ ഈസ്റ്റേൺ ഗാട്സ് വെസ്റ്റേൺ ഗാട്സുമായിട്ട് ചേരുന്നത് നമ്മുടെ നീൽഗിരി, തമിഴ്നാട്ടിലെ നീൽഗിരിയിൽ വെച്ചാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദീസ് ഹിൽ റേഞ്ചസ് which are comparatively lower in height than the western Ghats from the eastern Ghats. അതായത് ഈസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഭാഗമാണ്. The total extent of the eastern Ghats is about 800 kilometers from the Mahanadi banks in Odisha to the Nilgiri ranges in Tamil Nadu. അതായത് ഒഡീഷയിലെ മഹാനദി ബാങ്ക്സിൽ നിന്നും തമിഴ്നാട്ടിലെ നീൽഗിരി റേഞ്ചസ് വരെ 800 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഉള്ളത്. The east flowing peninsular rivers cut across the eastern Ghats, breaking the continuity of these ranges and flow over the eastern coastal plains. അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലേക്ക് ഒഴുകുന്ന പെനിൻസുലാർ റിവേഴ്സ് ഈസ്റ്റേൺ ഗാട്സിന്റെ കണ്ടിന്യൂറ്റിയെ കട്ട് ചെയ്യുന്നു. The Western Ghats and Eastern Ghats joins at Nilgiri Hills. അതായത് നീൽഗിരി കുന്നുകളിൽ ഈസ്റ്റേൺ ഗാട്സും വെസ്റ്റേൺ ഗാട്സും ജോയിൻ ആവുന്നു. ഒരു കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞതിന്റെ മുകളിലായിട്ടുണ്ട്. മൗണ്ടൻസ് ലൈക്ക് ജാവടി ഹിൽസ്, പാൽക്കൊണ്ടമലൈ, നീലമലൈ ആൻഡ് മഹേന്ദ്രഗിരി, അതായത് ഇത്രയും മലകളാണ് നമ്മുടെ ഈസ്റ്റേൺ ഗാട്സിലുള്ള മൗണ്ടൻസ്, പ്രധാനപ്പെട്ട മൗണ്ടൻസ്. അപ്പോൾ ഇത്രയുമാണ് ഈസ്റ്റേൺ ഗാട്സിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വിച്ച് ആർ ദ പെനിൻസുലാർ റിവേഴ്സ് കട്ടിംഗ് അക്രോസ് ദ ഈസ്റ്റേൺ ഗാട്സ്? അതായത് ഈസ്റ്റേൺ ഗാട്സിനെ കട്ട് ചെയ്യുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതിന്റെ പേര് നോക്കാം. ഗോദാവരി റിവർ, കൃഷ്ണ റിവർ, കാവേരി റിവർ, തുംഗഭദ്ര, പോളാർ, പെന്ന, മഹാനദി. അടുത്തതായിട്ട് ലൊക്കേറ്റ് ദ മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ ഈസ്റ്റേൺ ഗാട്സ് ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ മൈ ഓൺ അറ്റ്ലസ്. അതായത് ഈസ്റ്റേൺ ഗാട്സിലെ മേജർ മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാനാണ്. അതിന്റെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ജാവടി ഹിൽസ്, പാൽക്കൊണ്ടമലൈ, നല്ലമലൈ, മഹേന്ദ്രഗിരി. അടുത്തായി ലൊക്കേറ്റ് ദ നീൽഗിരി ഹിൽസ് ആൻഡ് ഇൻകോർപ്പറേറ്റ് ഇൻ മൈ ഓൺ അറ്റ്ലസ്. അതായത് നീൽഗിരി ഹിൽസ് ലൊക്കേറ്റ് ചെയ്യുക, അത് അറ്റ്ലസിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് ഉള്ളത്.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പഠിച്ചത് പെനിൻസുലാർ പ്ലേറ്റോയാണ്. അത് കഴിഞ്ഞ് പ്ലേറ്റോ എന്താണെന്ന് പഠിച്ചു. പ്ലേറ്റോ തന്നെ 3 രീതിയിലുണ്ട്. അതിനുശേഷം പെനിൻസുലാർ പ്ലേറ്റോ ഉൾപ്പെടുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോനെ രണ്ടായിട്ട് തിരിച്ചു. ദ ഡെക്കാൻ പ്ലേറ്റോ, ദ സെൻട്രൽ ഹൈലാൻഡ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഡെക്കാൻ പ്ലേറ്റോയെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ ഗാട്സിനെ പറ്റിയിട്ടാണ്. വെസ്റ്റേൺ ഗാട്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റേൺ ഗാട്സും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്നുള്ളത് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.